തലശ്ശേരി നഗരത്തിലെ പൈതൃക സ്മാരകങ്ങളെ വലം വച്ചുള്ള ഹെറിറ്റേജ് റൺ സീസൺ 5 ജനുവരി 4 നടക്കും. രാവിലെ 6-ന് വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കും. മന്ത്രി എം.ബി. രാജേഷ് ഹെറിറ്റേജ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. പൈതൃക നഗരിയായ തലശ്ശേരിയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഹെറിറ്റേജ് റൺ സംഘടിപ്പിക്കുന്നത്. 21 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹെറിറ്റേജ് റൺ സീസൺ 5-ൽ രാജ്യത്തിന് പുറത്തുനിന്നുള്ള താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. റണ്ണിൽ കായിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഭാഗമാകും. മന്ത്രി എം.ബി. രാജേഷ് ഹെറിറ്റേജ് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ.എൻ. ഷംസീർ, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി എന്നിവർ കളക്ടറുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു നഗരത്തെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ലോകത്ത് എവിടെയെങ്കിലും ഇത്തരമൊരു റൺ സംഘടിപ്പിക്കുന്നുവെങ്കിൽ വളരെ പ്രൗഡ് നമുക്ക് പറയാൻ സാധിക്കും തലശ്ശേരിയിലാണ്. ലോകത്ത് എവിടെയും ഇങ്ങനെ ഒരു റൺ കാണുന്നില്ല. ഇത് ടൂറിസം പ്രൊമോഷൻ കൂടിയാണ് ലക്ഷ്യം. കേവലം സ്പോർട്സ് ആക്ടിവിറ്റീസിനെ അല്ല, മറിച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ ഒരു നഗരത്തെ ബ്രാൻഡ് ചെയ്യാനും നഗരത്തിന്റെ ഹെറിറ്റേജ് കാത്തുസൂക്ഷിക്കാനും വേണ്ടിയാണ് ഇത്തരം റൺ സംഘടിപ്പിക്കുന്നത്. തലശ്ശേരി ഹെറിറ്റേജ് റൺ നമ്മുടെ ഒരു തലശ്ശേരി വൺ ഓഫ് ദ ഐക്കോണിക് ഇവന്റ്സ് ആണ്. ഇവിടുത്തെ ഹെറിറ്റേജും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആളുകളുടെ എബിലിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൂടിയും ഈ വർഷം കൂടിയും ഇത് ഒരു ഹാഫ് മാരത്തോൺ ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്കില്ല് മാത്രമില്ല, പക്ഷേ ഇൻക്ലൂസീവ്നെസ് കൂടിയാണ് ഞങ്ങൾ ഇവിടെ അവാർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡും എൽഡസ്റ്റും യംഗസ്റ്റും മെയിലും ഫീമെയിൽ എല്ലാ കാറ്റഗറീസിലാണ് ആളുകൾക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ എബിലിറ്റീസ് ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അവരുടെ സ്പിരിറ്റാണ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമില്ല, പക്ഷേ ക്ലീൻ, ഗ്രീൻ, ഫിറ്റ്, ഹെൽത്തി, ബ്യൂട്ടിഫുൾ തലശ്ശേരി ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി ഇതിൻ്റെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച തലശ്ശേരി കോട്ട, സെയിന്റ് ആംഗ്ലിക്കൻ പള്ളി, തലശ്ശേരി തുറമുഖം, ജവാഹർ ഘട്ട്, കടൽപ്പാലം, ജഗന്നാഥ ക്ഷേത്രം, തിരുവങ്ങാട് ക്ഷേത്രം, മഞ്ഞോടി, കണ്ടിക്കൽ, എരഞ്ഞോളിപ്പാലം, ചിറക്കര, ടൗൺ ഹാൾ, സംഗമം ജംഗ്ഷൻ, പുതിയ ബസ് സ്റ്റാൻഡ്, മണവാട്ടി ജംഗ്ഷൻ, ഓടത്തിൽ പള്ളി, കുയ്യാലി, കൊടുവള്ളി സ്കൂൾ, കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ഗസ്റ്റ് ഹൌസ്, ജോസ്ഗിരി, കോടതി, ട്രഷറി, ജുമാ മസ്ജിദ് വഴി സ്റ്റേഡിയത്തിൽ തിരിച്ചെത്തും. ഇതിനോടകം 1500-ൽ പരം രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞു. DMCയുടെ നേതൃത്വത്തിൽ മത്സരാർത്ഥികൾക്ക് വഴിനീളെ വിവിധ കേന്ദ്രങ്ങളിൽ ആവശ്യമായ കുടിവെള്ളത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ജനുവരി 3-ന് വൈകിട്ട് 3 മണി മുതൽ വോളണ്ടിയർമാർക്കുള്ള ക്യാമ്പ് സെന്റ് ജോസഫ് സ്കൂളിൽ നടക്കും. ഹെറിറ്റേജ് റണ്ണിന്റെ വിജയികളായി ഫിനിഷ് ചെയ്യുന്ന ആദ്യ സ്ത്രീ പുരുഷ മത്സരാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതവും, രണ്ടാമത് ഫിനിഷ് ചെയ്യുന്ന സ്ത്രീ പുരുഷ മത്സരാർത്ഥികൾക്ക് 50,000 രൂപ വീതവും, മൂന്നാമത് ഫിനിഷ് ചെയ്യുന്ന സ്ത്രീ പുരുഷ മത്സരാർത്ഥികൾക്ക് 25,000 രൂപ വീതവും, ഭിന്നശേഷി വിഭാഗത്തിൽ 1000 രൂപയും, ഏറ്റവും പ്രായം കൂടിയതും കുറഞ്ഞതുമായ വ്യക്തികൾക്ക് 1000 രൂപയും സമ്മാനമായി ലഭിക്കും. S.K. അർജുൻ, ഹെൻറി ആന്റണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.